ഓർമ്മ വെച്ച നാൾ മുതല് ഗൗരി മോൾ വളരുന്നത് ഗൂഗിൾ സാറിന്റെ മകളായിട്ടാ. പെട്ടെന്നൊരു ദിവസം സച്ചി ചെന്ന് ഞാനാണ് നിന്റെ അച്ഛനെന്ന് പറഞ്ഞ ആ കുഞ്ഞ് സച്ചി അംഗീകരിക്കുമെന്ന് സച്ചിക്ക് തോന്നുന്നുണ്ടോ? രക്തത്തിന് രക്തത്തെ തിരിച്ചറിയാൻ അധികം സമയമൊന്നും വേണ്ട വക്കീലേ. ഞാൻ എന്റെ മോളെ ഒന്ന് ചേർത്ത് പിടിച്ചാ മതി. അവളുടെ ശിരസില് ഒന്ന് തൊട്ടാ മാത്രം മതി. എന്റെ മോളെ ഒന്ന് വിളിച്ചാ മാത്രം മതി. അവളെന്നെ തിരിച്ചറിയും വക്കീലേ. സച്ചി പറയുന്നതൊക്കെ ശരിയാ, സമ്മതിച്ചു. പക്ഷെ 10 കൊല്ലം ഒരു സ്ത്രീ ഒരാളുടെ കൂടെ ജീവിച്ചു എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. ഗൂഗിൾ സാർ ഒരു മനുഷ്യനാ. അദ്ദേഹത്തിന് ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്. 10 വർഷക്കാലം കൂടെ ജീവിച്ച ഭാര്യയും മകളെയും ഒരു ദിവസം പെട്ടെന്നെടുത്ത് സച്ചിക്ക് തരാനൊന്നും പറ്റില്ല. ഇനി നിയമപരമായിട്ട് നീങ്ങിയാൽ തന്നെ അർച്ചന സച്ചി അറിയില്ലെന്ന് പറഞ്ഞ സച്ചി എന്ത് ചെയ്യും? വക്കീലേ, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? എന്റെ മോള് അന്യരത്തിന്റെ മകളായിട്ട് വളരുന്ന കാണുമ്പോ എന്റെ ഉള്ളിൽ പൊള്ളുകയാണ് വക്കീലേ. ഓരോ നിമിഷവും എന്റെ അർച്ചന മറ്റൊരാളുടെ കൂടെയാണെന്ന് ഓർക്കുമ്പോ ഞാൻ സ്വയം എരിഞ്ഞു തീരുക. സച്ചി, തളർന്നു പോരുത്. ഇവിടെ അല്പം ശാന്തമായും സമാധാനമായിട്ടും ആലോചിച്ചേ പറ്റൂ. എല്ലാം ശരിയാവും. ഈ പ്രശ്നങ്ങളെല്ലാം തീർത്ത് അർച്ചന സച്ചിയുടെ കൂടെ തിരിച്ചു വരണമെങ്കിൽ ആദ്യം മുതലുള്ള ഇതിന്റെ കുരു കഴിക്കണം. മനസ്സിലായില്ല. നമ്മൾ തുടങ്ങേണ്ടത് ഇവിടെ നിന്നല്ല. കാടടച്ച് വെടിവെച്ചതുകൊണ്ടോ ആ വീടിന് മുന്നിൽ ചെന്ന് ബഹളം വെച്ചതുകൊണ്ടോ അർച്ചനയുടെ പിന്നാലെ നടന്നതുകൊണ്ടോ ഒന്നും ഒരു കാര്യവുമില്ല. വക്കീൽ എന്താ പറഞ്ഞു വരുന്നേ? ഞാനവരെ എന്നേക്കുമായി ഉപേക്ഷിക്കണമെന്നോ? അറിഞ്ഞുകൊണ്ട് എന്റെ ഭാര്യ മകളെയും ഞാൻ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കണമെന്നോ? അതൊന്നും അല്ല ഇപ്പൊ വേണ്ടത്. അർച്ചനയും ഗൗരിമോളും എങ്ങനെ ഗോകുൽ സാറിന്റെ ഭാര്യ മകളുമായി? അതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. അവിടം തൊട്ട് വേണം ഈ ഒരു കുരു കഴിക്കാൻ. അല്ലാതെ ഓർമ്മയില്ലാത്ത ഒരാളെ ബലം പ്രയോഗിച്ചു കൊണ്ടുവന്ന അത് കൂടുതൽ പ്രശ്നമാവത്തേ ഉള്ളൂ. സച്ചി, താനൊന്ന് സമാധാനപ്പെട്. ഗൂഗിൾ സാറുമായി ഞാൻ വിശദമായിട്ട് സംസാരിക്കാം. സച്ചി വിചാരിക്കുന്നത് പോലെ ഗൂഗിൾ സാർ ഒരു മോശം മനുഷ്യനൊന്നും അല്ല. അദ്ദേഹം മനഃപൂർവ്വം ആരെയും ദ്രോഹിക്കുകയില്ല. അത് വക്കീലിന്റെ വിശ്വാസം. മനുഷ്യരല്ലേ വക്കീലെ, അവനവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്തും ചെയ്യും. ഒരു കാര്യം ഞാൻ അവസാനമായിട്ട് വക്കീലിനോട് പറയാം. എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ പിന്നെ ഞാൻ എന്റെ വഴി നോക്കും. അർച്ചനയും മോളെയും ആ വീട്ടിൽ ഞാൻ ബലമായിട്ട് പിടിച്ചിറക്കി കൊണ്ടുപോകും. അർച്ചനയും ഗൗരിമോളും സച്ചിയുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരുമ്പോ തകർന്നു പോകുന്നത് എന്റെ ഉള്ളിൽ ഞാൻ കൂട്ടിവെച്ച മോഹങ്ങളാ. സാരമില്ല. എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി സച്ചിയുടെ ജീവിതം ഒരിക്കലും തകരാൻ പാടില്ല. ഗൂഗിൾ സാറിനോട് സംസാരിച്ച് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം.